പ്രതിസന്ധി വന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ട് മൂടും. വിദ്യാരംഗം ഉദ്ഘാടനം എവിടെ വെച്ച് നടത്തണമെന്ന ചിന്തയിൽ ആദ്യം മനസ്സിൽ വന്ന പേര് ഗവൺമെൻറ് LP പുല്ലോടാണ്. കാരണം മറ്റൊന്നുമല്ല, 2 പ്രാവശ്യം ഇവിടെ പ്രവർത്തനോദ്ഘാടനം നടന്നത് ഒരു മനുഷ്യന്റെ കലാകാരന് എൻ്റെ വിനീതമായ നമസ്കാരം. അങ്ങ് അമ്മയുടെ വേദനകളും അനുഭവങ്ങളും കഥകളിലേക്ക് പകർത്തി എഴുതുന്നുണ്ട് എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞപ്പോൾ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? മോൻ നല്ല ചോദ്യം വെച്ചു. മോൻ വായിച്ചു അമ്മയുടെ ഓർമ്മ പുസ്തകം? ഇവിടെ വായിച്ചൊരാളുണ്ട് കേട്ടോ. നേരത്തെ ഒരാൾ വായിച്ചൊരാളുണ്ട്. ഈ പ്രായത്തിൽ അമ്മയുടെ ഓർമ്മ പുസ്തകം വായിച്ച ഒരു പെൺകുട്ടി നേരത്തെ എന്നോട് ഒന്ന് കൈ ഉയർത്തിയ പെൺകുട്ടി എഴുന്നേറ്റ് തന്നെ വൈഗ എന്നാണ് പേരെന്ന് തോന്നുന്നു. വൈഗ എന്നല്ലേ പേര്. ഒരു ഇപ്പോഴല്ലേ കയ്യടിക്കേണ്ടത്, ഇപ്പോഴാണ് കയ്യടിക്കേണ്ടത്. അപ്പോൾ ഈ ഇത് എഴുതി അമ്മയോട് പറഞ്ഞിട്ടാണ് എഴുതിയത്. കാരണം എന്തെങ്കിലും പ്രയാസമുള്ളതാണ്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ പുസ്തകം, അമ്മ മരിക്കുന്നതിന് 13 ദിവസം മുമ്പെയാണ് മാതൃഭൂമി ആ പുസ്തകം ഇറക്കിയത്. അമ്മയുടെ അനുഭവങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ടാവില്ല. അമ്മ പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഞാൻ പൂർണ്ണമായിട്ട് ആ കാര്യം, എൻ്റെ കാര്യം എനിക്ക് എഴുതാം, പക്ഷെ അമ്മയുടെ കാര്യം അമ്മയുടെ സമ്മതത്തോടെ മാത്രമാണ് എഴുതിയത്. കാരണം അമ്മയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ചില കാര്യങ്ങൾ അതിൽ വരുമല്ലോ. അവര് അത്ര നല്ലതല്ലാണ്ട് വരും. ഞാൻ അധികമൊന്നും മോശം പറഞ്ഞിട്ടില്ല, നല്ലതല്ലാത്ത കാര്യങ്ങളും വരും. അതുകൊണ്ട് അമ്മയോട് പൂർണ്ണമായി അമ്മയോട് പറഞ്ഞിങ്ങനെ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അമ്മ പറഞ്ഞു ഇതെല്ലാം ആരെല്ലാം വായിക്കൽ പോലെ എന്നല്ല. മലയാളത്തിൽ ഇപ്പം ഏറ്റവും നന്നായിട്ട് ഞാൻ കവിത എഴുതിയ ഒരാളാണ്. എനിക്ക് DC ബുക്സ് എല്ലാം 10-15 രൂപയാണ് ഇതൊക്കെ കിട്ടുക, ചെറിയ പൈസ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പം നല്ല പൈസ കിട്ടിയത് അമ്മയുടെ ഓർമ്മ പുസ്തകം എന്നുള്ള ഈ ഓർമ്മക്കുറിപ്പിനാണ് ഏറ്റവും വിൽക്കുന്നത്. 4ാം പതിപ്പ് വന്നു. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പൂർത്തിയായി, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഓർമ്മക്കുറിപ്പുകളോടുള്ള ആളുകളുടെ ഒരു വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ചെയ്യാൻ വരും അമ്മയോട് പൂർണ്ണമായി പറഞ്ഞിട്ടാണ്. നല്ല ചോദ്യമാണ് ചോദിച്ചത്. അത് അമ്മ നടന്നു വന്ന വഴികളാണ്. അത് കഥയായിരുന്നില്ല, മുഴുവൻ കാര്യമാണ്. പക്ഷെ കാര്യം തന്നെയാണ് കഥയായി മാറുന്നത്. എൻ്റെ പേര് അൻഷി രാജേഷ്. ഞാൻ തിരുവനന്തപുരം UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പുതിയ തലമുറയിലെ എഴുത്തുകാരോട് താങ്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം എന്താണ്? മോളൊരു ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഞാൻ വയസ്സനായി എന്നുള്ളത് ഉറപ്പായി. അവർക്കൊരു 60 വയസ്സ് പുറത്ത് കഴിഞ്ഞു, 60 കഴിഞ്ഞു. അപ്പോൾ പിന്നെ മോളെ ഗംഭീരാക്കിയത്. കാരണം നമ്മൾ അപ്പോൾ പുതിയെന്നല്ല, എഴുത്ത് എപ്പോഴും പുതിയതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പുതിയ കവിത എഴുതാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും പുതിയ കവിത, നിങ്ങൾ കവിത എഴുതുന്ന നിങ്ങളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാഹിത്യത്തിൽ പറ്റാത്തൊരു കാര്യം ഉപദേശമാണ്. കാരണം ഉപദേശം കൊടുത്തിട്ട് ആർക്കും എഴുതാൻ പറ്റില്ല. എഴുത്ത് എന്ന് പറയുന്നത് നമുക്കിതിനെ ആവിഷ്കരിച്ചേ പറ്റൂ. ഇപ്പോൾ ഫുൾ ടൈം മൊബൈൽ നോക്കിക്കൊണ്ട് വാട്സാപ്പ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരിക്കലും എഴുത്തരണം. അത് നോക്കണം, നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നോക്കുന്നതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതൊരു ഉടമ, നമ്മളിതിൻ്റെ ഉടമയാണ്, ഇതിൻ്റെ അടിമ എന്താണെന്ന് നമ്മൾ ബോധ്യമുണ്ടാവണം. നിങ്ങളെ കൂട്ടറിൽ മൊബൈൽ അറിയില്ല. നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക, എഴുതി നമ്മളെ തന്നെ തിരുത്തിയിട്ടാണ്. ഞാനൊക്കെ കവിത എഴുതാനൊക്കെ പോയിട്ടൊക്കെ ആദ്യം കവിതയുടെ ക്യാമ്പിനൊക്കെ പോയിട്ട് അന്ന് ചീത്ത പറയും. എന്നും കക്കാട് ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ കവിത അവതരിപ്പിക്കുന്നു, ഇത് ചീത്ത പറയും. അങ്ങനെ മാറ്റിയാണ് ഞാൻ ഈ വേദിയിൽ ഇരിക്കാനുള്ള ഒരു അർഹതയിലേക്ക് എത്തിയത്. നമസ്കാരം, ഞാൻ ദേവാഞ്ജന. ഞാൻ PC ഗുരുല്ലാസം ബേസിക് UP സ്കൂൾ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. സാർ എഴുതിയ ഉച്ചിറ എന്ന നോവലിനെ കുറിച്ച് കവിതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റിയെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ ആ കവിതയ്ക്ക് ആ പേര് നൽകാനുള്ള കാരണം അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എൻ്റെ പേര് ജെയിൻ ജിതേഷ്. ഞാൻ കോഴൂർ UP സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഈ ഉച്ചിറ എന്ന കവിതയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രാദേശികതയും ഭാഷാഭാവവും എന്താണ്? എൻ്റെ പേര് ദിൽകൃഷ്ണ. ഞാൻ പാലുണ്ട ബേസിക് UP സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാറിൻ്റെ അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന പുസ്തകത്തിൽ പണ്ടത്തെ സ്ത്രീകളുടെ ഒരുപാട് കഷ്ടപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി 2 വാക്ക്. എൻ്റെ പേര് നയോമ. ശിഷ്ടം എന്ന കവിതയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ പേര് ദേവദർശ്. അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന പുസ്തകം യഥാർത്ഥത്തിൽ ജീവിത ചരിത്രമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ്
ആത്മകഥയായി ആ പുസ്തകത്തെ പരിഗണിക്കുന്നത്? എൻ്റെ പേര് മുഹമ്മദ് സയ്യിദ്. ഞാൻ പുണ്യം LP സ്കൂൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതുവരെ നിങ്ങൾ എഴുതിയ മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാനുള്ള അനുഭവം എന്താണുള്ളത്? എൻ്റെ പേര് അലനന്ദ. ഞാൻ ശാരദ വിലാസം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഭാവിയിൽ ഒരു കവിയാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വായന കൂടാതെ. എൻ്റെ പേര് ധനഞ്ജയ് നാരായൺ P. ഞാൻ കേത്തൂർ UP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരനാണ്? ഞാൻ മാളവിക. മീനുട്ടിയുടെ ഓൺലൈൻ സഞ്ചാരത്തിൽ ഇന്നത്തെ കുട്ടികളുടെ അഡിക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പിണറായി വെസ്റ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കവിത എഴുതാനുള്ള പ്രചോദനം എന്തായിരുന്നു? എൻ്റെ പേര് ഫതിയ മെഹ്റ. സാറിൻ്റെ ആദ്യ കവിതാ സമാഹാരം ഏതാണെന്നൊന്ന് പറയാമോ? എൻ്റെ പേര് ശ്രദ്ധ. പുതുതായി മലയാളത്തിലേക്ക് വരുന്ന കവികളോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? എൻ്റെ പേര് സിദ്ധാർത്ഥ്. സാറിൻ്റെ എഴുത്ത് സാറിൻ്റെ പ്രദേശത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? എൻ്റെ പേര് സേതൽ വിജയ്. തങ്ങളുടെ എഴുത്തിൽ ആദ്യമായി നോവൽ പ്രസിദ്ധീകരിച്ചല്ലോ, അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ്? ഞാൻ 2022 ഏറ്റവും മികച്ച പുസ്തകമായി അമ്മയുടെ ഓർമ്മ പുസ്തകം തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരിക്കും? പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമയപരിമിതി കൊണ്ടാണ് അങ്ങനെ ഒന്നൊന്നായി ചോദ്യങ്ങൾ ചോദിച്ച് ഇതിനുള്ള മറുപടി അദ്ദേഹം നൽകും. നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ചോദ്യങ്ങളുണ്ട്, പിന്നെ ചിലർക്ക് നിങ്ങൾ ചോദിച്ചതാണ്. അതിൽ പല ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പുറത്തെ ഭാഷ സംസാരിക്കുന്നതൊക്കെയുള്ള ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു ഭാഷയിൽ വീട്ടിലെത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മ കഞ്ഞി വെള്ളന്താ അല്ലെങ്കിൽ വെള്ളന്താ എന്ന് പറയുമ്പോൾ ഒരു അതിനാണ് വൈകാരിക ഭാഷ എന്ന് പറയുന്നത്. ഡിക്ഷണറിയിലെ ഭാഷ, നിഘണ്ടുവിലെ ഭാഷ ഒന്നും വേണ്ടില്ല, അതിനൊരു വികാരവുമില്ല. അല്ലെ, അത് വായിച്ചിട്ട് സന്തോഷം എന്ന് വായിച്ചിട്ട് അങ്ങനെ ചിരിക്കുമോ? ഇല്ല. നമ്മളെങ്ങനെയാണോ പറയുന്നത്, ആ പറയുന്നത് വെച്ചാണ് അത്. പിന്നെ കാസർഗോഡ് ഒരാൾ, ഈ തിരുവനന്തപുരത്തുള്ള ആൾ ബസ്സിൽ കയറിയിട്ട് ഒരാൾ അയാൾ പറഞ്ഞു, പിന്നെ ഇറങ്ങാൻ സ്ഥലം ഇന്ന സ്ഥലത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞു, സ്ഥലം അവിടെ പേര് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു വേങ്കി വേങ്കി വേങ്കി. അയാൾ പറഞ്ഞു എന്താ പക്ഷിയുടെ ഭാഷയാണ്. അയാൾക്ക് തിരുവനന്തപുരത്തുകാരനല്ല, അയാൾക്ക് മനസ്സിലാവുന്നില്ല, വേങ്കി വേങ്കി വേങ്കി. അപ്പോൾ വേറെ കേട്ടാൾ പറയുന്നുണ്ട് കിയപ്പ കിയപ്പ കിയപ്പ. മൂപ്പർക്കൊന്നും മനസ്സിലായില്ല, ഈ ബസ്സിൽ യാത്ര ചെയ്താൽക്കൊന്നും മനസ്സിലായില്ല. വേറെ തിരുവനന്തപുരത്തുകാരൻ അയാൾ പറഞ്ഞു ഇത് പക്ഷിയുടെ ശബ്ദം പറ്റാണ്, വേങ്കി 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 കിയപ്പ കിയപ്പ കിയപ്പ. അപ്പോൾ ഇതൊരു ഭാഷയാണ്. ഇതേപടി വരുമ്പോഴാണ് സാഹിത്യത്തിൽ അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് സ്വീകരിച്ചത്. ഇഷ്ടം എന്നുള്ള കവിത ഒരാൾ ചോദിച്ചു. ശരിക്കും പറഞ്ഞ ഈ ചോദ്യമെല്ലാം തന്നെ എല്ലാ ചോദ്യവും ചോദിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ എല്ലാത്തിനും ഉത്തരം പറയാനുള്ള സമയമില്ല. മാസ്റ്റർ പാട്ട് പാടാൻ റെഡി മാഷുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം സമയം എടുക്കുന്നില്ല. ഇഷ്ടമുള്ള കവിത എങ്ങനെ, ഈ പൂച്ചേനൊക്കെ നമ്മൾ മുമ്പ് ഇങ്ങനെ തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മ പറയുന്ന ഒരു സന്ദർഭത്തെ എടുത്തുകൊണ്ടാണ് ആ കവിത എഴുതുന്നത്. പൂച്ചനെ തല്ലിയാൽ കൈവർക്കെന്ന് പറയുന്നത്, കൈവർക്കൊന്നുമില്ല, പക്ഷേ മനസ്സ് വറക്കും, മനസ്സ് വറക്കും. ഒരാൾ അബദ്ധവശാൽ ഒരു കൊലപാതകത്തിൽ പങ്കാളിയായി ജയിലിൽ കിടന്ന് തിരിച്ചു വന്നിട്ട് അയാൾ ഒരു പ്രാവശ്യം എന്നോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റാളുകൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല, കുളിമുറിയിൽ കുളിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. കുളിമുറിയിൽ വെള്ളമെടുത്ത് മേത്തൊഴിക്കുമ്പോൾ ഞാൻ മരിച്ച സമയത്ത് ഇയാൾ ചെറിയ പങ്കേ വഹിച്ചിട്ടുള്ളൂ. കാരണം അന്നത്തെ സന്ദർഭത്തിൽ പാവ മനുഷ്യനാണ്, 3-4 കൊല്ലം ജയിലിൽ കിടന്നു. തിരിച്ചു വന്നിട്ട് അയാൾ പറയുന്നത് ജയിലൊന്നും അതൊന്നുമല്ല എൻ്റെ വിഷയം. ഈ മരിച്ചു കിടക്കുന്ന ചിത്രം ഓർമ്മ വരും. തലയിൽ മേത്തേക്കൾ വെള്ളം ഒഴിക്കുമ്പോൾ ഉൾവറ ഉണ്ടാവുന്നത്. ഈ ഉൾവറയാണ് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അമ്മ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഉൾവറയാണ് എഴുത്തിൽ വേണ്ടത്. ആ ഉൾവറയാണ് ഭൂതതയ. അല്ലെ, പരുഷമായി കൈ പതിയുമ്പോൾ അരുത് അരുത് എന്ന് പറയുന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നും കൂടി കൊടുത്തോന്ന് പറയുന്നതല്ല. അരുതരുത് വേണ്ട, തോറ്റവനും പിടിച്ചു നിൽക്കാനുള്ള ഇടമാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഞാനൊക്കെ സുന്ദരമായി തോറ്റൊരാളാണ്, പലവട്ടം തോറ്റയാളാണ്.
ഞാൻ നേരത്തെ ഈയോടൊക്കെ പറയാം, ഞാൻ 8 നില പൊട്ടിയിട്ടുണ്ട് പരീക്ഷകളിൽ. പലപ്പോഴും എന്ന് പറഞ്ഞാൽ അതിദയനീയമായ അവസ്ഥയാണ്. ഇത്രയും പിടിച്ചു നിന്നത് സാഹിത്യം കൊണ്ടാണ്. സാഹിത്യത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. തോറ്റവർക്കുണ്ട്, ജയിച്ചവർക്കുണ്ട്, ജനിച്ചവർക്കുമുണ്ട്, ജനിക്കാത്തവർക്കുമുണ്ട്, വരാനിരിക്കുന്നവർക്ക് മുഴുവൻ സാഹിത്യത്തിൽ ഇടമുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ കഥ എഴുതുമ്പോൾ പെട്ടെന്ന് ഒരു കഥ വായിച്ചപ്പോൾ, റഷ്യൻ കഥ വായിക്കുമ്പോൾ ഒരു റൊട്ടി എന്നുമ്പോൾ അതിലൊരു മൂക്ക് കഥ പറയുന്നു. റൊട്ടി പൊട്ടിച്ചെടുക്കുമ്പോൾ മൂക്ക് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട് മൂക്ക്. അപ്പോൾ അതൊരു വീട്ടിലെ ഭാര്യ ഭർത്താവും കലകൂടിയിട്ടാകുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ മൂക്ക് മുറിച്ചെടുത്ത് ആ റൊട്ടിയിൽ വന്നോളൂ. ഇങ്ങനെ ഇതാണ് ആവിഷ്കാരം എന്ന് പറയുന്നത്. പിന്നീട് കുറേ പേരുടെ ചോദ്യങ്ങൾ എനിക്കും മറന്നുപോയി. കാരണം അവർ ധാരാളം ചോദ്യങ്ങൾ വെച്ചിരുന്നു, എനിക്കും മറന്നുപോയി. സമയത്തിൻ്റെ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നല്ല മുറിവുകളാണ് എൻ്റെ എഴുത്തുകൾ. എനിക്കേറ്റ മുറിവുകളാണ് പലതും. നേരിട്ട് എനിക്കേറ്റതായിരിക്കില്ല, എനിക്കുള്ള മുറിവുകളാണ്. ആദ്യത്തെ പുസ്തകം പ്രവാസിയുടെ മൊഴികൾ എന്നാണ്. അത് എഴുതിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ വലിയ അഹങ്കാരം എന്ന് പറഞ്ഞാൽ വൈലോപ്പിള്ളി മാഷ തൊട്ട കവിയാണ്. വൈലോപ്പിള്ളി മാഷ തൊടുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട ഏറ്റവും വലിയ കവിതയുടെ അത്ഭുതം എന്ന് പറയുന്നത് വൈലോപ്പിള്ളി മാഷാണ്. വൈലോപ്പിള്ളി മാഷ തൊട്ടയാണ്. ഞാൻ ഒരുപാട് പേര്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഗതകുമാരി എന്നുള്ള എഴുത്തുകാരിയാണ്. ടീച്ചറാണ്. എന്നിട്ട് ജീവിപ്പിക്കാൻ, പിടിച്ചു നിർത്താൻ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ അമ്മ കഴിഞ്ഞാൽ മറ്റൊരമ്മ സുഗതകുമാരി ടീച്ചറാണ്. ഇങ്ങനെ ഒരുപാട് വർത്തമാനങ്ങളുണ്ട്. നമുക്ക് ഇനിയും കാണാം. ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ. വിദ്യാരംഗത്തിൻ്റെ